പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. കണ്ണൂർ സ്റ്റൈല് കിണ്ണത്തില റൊട്ടിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് 3-4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് അതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചോറും 1/2 കപ്പ് തേങ്ങയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 6 ചെറിയ ഉള്ളിയും 3/4 ടീസ്പൂൺ പെരുംജീരകവും 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് തരിയൊന്നുമില്ലാതെ അരച്ചെടുക്കണം. അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കാം. ബാക്കിയുള്ള അരിയും ഇതുപോലെ അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് മുഴുവൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല കട്ടിയിലാണുള്ളത്. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കിയെടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒരുപാട് ലൂസും ഒരുപാട് കട്ടിയുമല്ല, ഏകദേശം നമ്മുടെ ദോശമാവിൻ്റെ ഒരു പാകത്തിലാണ് ഇത് വേണ്ടത്. ഇനി ഇതുപോലുള്ളൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാത്രത്തിൻ്റെ ഉള്ളിലും സൈഡിലും ഒന്ന് തടവിയിട്ട് ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ തടവിയ പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് അരച്ച് വെച്ച മാവ് ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു 5-6 തവി മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കണം. 20 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് തണുത്ത് വന്നാൽ നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള മാവും ഞാനൊരു ചെറിയ പാത്രത്തിൽ ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് കുറച്ച് മസാല പുരട്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മസാല പുരട്ടാതെ ഇതുപോലെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മാത്രം ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ റെഡിയാക്കിയിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ട് ചൂടായ ദോശക്കല്ലിൽ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കണം. നല്ല സ്പൈസി ആയിട്ടുള്ള കിണ്ണത്തില റൊട്ടി റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തു തന്നെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.